ഹരേ കൃഷ്ണ. ആദ്യമായി ഞാൻ എൻ്റെ ദീക്ഷാഗുരുവിൻ്റെ പാദാരവിന്ദങ്ങളിൽ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. എന്നെ ഇവിടെ വരെ എത്താൻ, കൃഷ്ണാവബോധത്തിൽ ഇവിടെ വരെ എത്താൻ സഹായിച്ച, അനുഗ്രഹിച്ച എൻ്റെ എല്ലാ ശിക്ഷാഗുരുക്കന്മാരുടെയും പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ഭക്തന്മാരുടെയും ഞാൻ നമസ്കരിക്കുന്നു. ശരിയായ കാര്യങ്ങൾ ശരിയായ രീതിയിൽ പറയുന്നതിന് എല്ലാവരുടെയും അനുഗ്രഹം എനിക്കുണ്ടാവണമെന്ന് അപേക്ഷിക്കുന്നു. ഹരേ കൃഷ്ണ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിൻ ഇതി നാമിനെ. നമാചാര്യപാദായ നിതായ കൃപാപ്രദായിനെ ഗൗരകഥാമധായ നഗരഗ്രാമധാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. ओम नमो भगवते वासुदेवाय. 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 वासुदेवाय. नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्. नष्टप्रायेषु अभद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिके. मूकं करोति वाचालं भङ्गं लङ्घयते गिरिं. यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. ഹരേ കൃഷ്ണ. നമുക്ക് ഇന്നത്തെ ശ്ലോകം ഭഗവത്ഗീത 15-ാം അധ്യായം 10-ാമത്തെ ശ്ലോകമാണ്. ശ്ലോകം വായിക്കാം. ഉത്ക്രാമന്തം സ്ഥിതം വാപി ഭുഞ്ജാനാം വാ ഗുണാന്വിതം വിമൂഢാനാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷഃ. ഉത്ക്രാമന്തം സ്ഥിതം വാപി ഭുഞ്ജാനാം വാ ഗുണാന്വിതം വിമൂഢാനാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷഃ. ഉത്ക്രാമന്തം സ്ഥിതം വാപി ഭുഞ്ജാനാം വാ ഗുണാന്വിതം വിമൂഢാനാനുപശ്യന്തി
പശ്യന്തി ജ്ഞാനചക്ഷുഷഃ. വേർഡ് മീനിങ്: ഉത്ക്രാമന്തം ദേഹം. ഉത്ക്രാമന്തം ദേഹം ത്യജിച്ചു കൊണ്ടുപോകുന്നതായോ, സ്ഥിതം അഭിവ സ്ഥിതി ചെയ്യുന്നതായോ, ഭുഞ്ചാനം വ ഭോഗങ്ങൾ ഭുജിക്കുന്നതോ, ഗുണാനിതം വ ഗുണങ്ങളോട് ചേർന്നിരിക്കുന്നതോ ആയ അയം ഇവനെ വിമൂഢ മൂഢന്മാർ ന അനുപശ്യന്തി ദർശിക്കുന്നില്ല. ജ്ഞാനചക്ഷുഷഃ ജ്ഞാനചക്ഷസ്സുകൾ, പശ്യന്തി കാണുന്നു. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ജീവാത്മാവ് എങ്ങനെ ഈ ശരീരം വിട്ടു പോകുന്നുവെന്നോ, ഗുണങ്ങളുടെ ആകർഷത്തിന് വഴിപ്പെട്ട് ഏതുതരം ശരീരത്തെയാണ് സ്വീകരിച്ച് അനുഭവിക്കുന്നതെന്നോ മൂഢന്മാർക്കറിയാൻ വയ്യ. ജ്ഞാനത്തിൻ്റെ അകക്കണ്ണ് തെളിഞ്ഞവർക്ക് ഇതെല്ലാം പ്രത്യക്ഷമാകുന്നു. ഹരികൃഷ്ണ. ശ്ലോകം വായിക്കേണ്ടവർക്ക് വായിക്കാം. നിഷ്ക്രാമന്തം സ്ഥിതം വ്യാപി ഭുഞ്ചാനാം വാ ഗുണാന്വിതം വിമൂഢാനാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷഃ. ഉത്ക്രാമന്തം സ്ഥിതം വാപി ഭുഞ്ചാനാം വാ ഗുണാന്വിതം വിമൂഢാനാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷഃ. ഉത്ക്രാമന്തം സ്ഥിതം വാപി ഭുഞ്ചാനാം വാ ഗുണാന്വിതം വിമൂഢാനാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷഃ. ഉത്ക്രാമന്തം സ്ഥിതം വാപി ഭുഞ്ചാനാം വാ ഗുണാന്വിതം വിമൂഢാനാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷഃ. ഉത്ക്രാമന്തം സ്ഥിതം വാപി ഭുഞ്ചാനം വാ ഗുണാന്വിതം വിമൂഢാനാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷഃ. ഉത്ക്രാമന്തം സ്ഥിതം വാപി ഉത്ക്രാമന്തം സ്ഥിതം വാപി ഭുഞ്ചാനം വാ ഗുണാന്വിതം ഭുഞ്ചാനം വാ ഗുണാന്വിതം വിമൂഢാനാനുപശ്യന്തി വിമൂഢാനാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷഃ. പശ്യന്തി ജ്ഞാനചക്ഷുഷഃ. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ജ്ഞാനചക്ഷുഷ എന്ന വാക്ക് ഇവിടെ ശ്രദ്ധേയമാണ്. ഒരു ജീവൻ തൻ്റെ ശരീരം വിട്ടുപോകുന്നത് എങ്ങനെയെന്നോ, വരും പിറപ്പിൽ ഏതൊരാകൃതിയിൽ ജനിക്കുമെന്നോ, എന്തുകൊണ്ടാണ് ഇന്നത്തെ ശരീരത്തിൽ ജീവിക്കാൻ ഇടയായതെന്നോ ജ്ഞാനമില്ലാത്ത ഒരാൾക്ക് അറിയാൻ കഴിയില്ല. ഭഗവത്ഗീതയും അതുപോലുള്ള വിശിഷ്ട ഗ്രന്ഥങ്ങളും പഠിച്ച വിശ്വാസനായ ഒരു ആധ്യാത്മിക ഗുരുവിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയ മഹത്തായ ജ്ഞാനം ഇതിനാവശ്യമാണ്. ഇതെല്ലാം കണ്ടറിയാൻ ശീലിച്ചവർ ഭാഗ്യവാന്മാർ തന്നെ. ഓരോ ജീവനും പ്രത്യേകം ചില പരിതസ്ഥിതികളിൽ ദേഹം ത്യജിക്കുന്നു, ചില പരിതസ്ഥിതികളിൽ ജീവിക്കുന്നു. പ്രകൃതി ഗുണങ്ങൾക്ക് അടിമപ്പെട്ട് ചില പരിതസ്ഥിതികളിൽ സുഖിക്കുന്നു. ഫലമോ ഇന്ദ്രിയ ഭോഗങ്ങളെന്ന വ്യാമോഹത്തോടെ നാനാവിധ സുഖദുഃഖങ്ങൾ അനുഭവിക്കുക മാത്രം എന്നെന്നും കാമലോകങ്ങൾക്ക് അടിപ്പെട്ട് തങ്ങളുടെ ശരീരങ്ങൾ മാറുന്നു എന്നതോ, ഒരു പ്രത്യേക ശരീരത്തിൽ ജീവിക്കുന്നു എന്ന് തന്നെയോ അറിയാനുള്ള ശക്തി നഷ്ടപ്പെടുന്നു. അവർക്കതൊന്നും ഉൾക്കൊള്ളാൻ കഴിവില്ല. ആധ്യാത്മിക ജ്ഞാനം വളർത്തിയെടുത്തവർക്കാകട്ടെ ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ആത്മാവെന്നും അത് ശരീരങ്ങൾ മാറി മാറി എടുത്തുകൊണ്ടിരിക്കുമെന്നും പലതരത്തിൽ ആസ്വദിക്കുന്നുവെന്നും കണ്ടറിയാം. ബദ്ധനായ ജീവസത്തയ്ക്ക് ഭൗതികമായ അസ്തിത്വത്തിൽ എത്രമാത്രം ക്ലേശം അനുഭവപ്പെടുന്നുവെന്ന് അത്തരമൊരു ജ്ഞാനിക്ക് അറിയാൻ കഴിയും. അതുകൊണ്ടാണ് കൃഷ്ണാവബോധം പൂർണ്ണമായി വികസിച്ചവർ ആ സാമാന്യ ജനങ്ങൾക്ക് ഈ അറിവ് പകർന്നു കൊടുക്കാൻ ആവുന്നത്ര ശ്രമിക്കുന്നത്. എത്ര ക്ലേശകരമാണ് ഈ ബദ്ധമായ ജീവിതം! ജനങ്ങൾ അത് ഉപേക്ഷിച്ചു പോന്ന് കൃഷ്ണാവബോധം വളർത്തുകയും ആധ്യാത്മിക ലോകം പോകാൻ വേണ്ടി സ്വയം മുക്തനാവുകയും വേണം. ശ്രീല പ്രഭുപാദ് കി ജയ്.
ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാം ച ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിതാ ശ്രീവിശാഖാന്വിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപസ്യ കൃപാ സിന്ധുഭ്യഃ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. പുരുഷോത്തമ യോഗം എന്ന ഭഗവത്ഗീതയുടെ ഈ 15-ാം അധ്യായത്തിൻ്റെ ഒരു പ്രത്യേകത, ഇതിൽ ഭഗവാൻ മാത്രമാണ് പറയുന്നത്. മറ്റാരും തന്നെ ഇതിൽ ഒന്നും തന്നെ പറയുന്നില്ല. ഭഗവത്ഗീതയിൽ 4 പ്രഭാഷകരുണ്ട്. ഭഗവാൻ കൃഷ്ണൻ, അർജുനൻ, സഞ്ജയൻ, ധൃതരാഷ്ട്രൻ. പക്ഷേ ഇതിൽ ഭഗവാൻ മാത്രമാണ് പറയുന്നത്. ഭഗവാൻ ഇങ്ങനെ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അർജുനൻ. പരമദിവ്യോത്തമ പുരുഷൻ, സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്, ശ്രീകൃഷ്ണ ഭഗവാൻ, ഭഗവാനുമായി യോഗത്തിലാവാൻ ഭഗവാൻ തന്നെ നൽകുന്ന നിർദ്ദേശങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. ഇതിൽ ഭഗവാൻ തന്നെ ശക്തികളായ ആധ്യാത്മിക പ്രകൃതി, ഭൗതിക പ്രകൃതി, തടസ്ഥ ശക്തിയായ ജീവാത്മാവ്, തൻ്റെ പരമമായ ധാമം, പരമപുരുഷ യോഗം, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അർജുനന് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അർജുനന് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ആവശ്യമില്ല. കാരണം അർജുനൻ ഭഗവാന്റെ സന്തത സഹചാരിയാണ്. അർജുനനിലൂടെ നമുക്ക് വേണ്ടി, സാധാരണ മനുഷ്യർക്ക് വേണ്ടിയാണ് ഭഗവാൻ ഇതെല്ലാം പറയുന്നത്. ഇവിടെ ആദ്യമേ തന്നെ ഭഗവാൻ തൻ്റെ ആധ്യാത്മിക പ്രകൃതിയെക്കുറിച്ചും ഭൗതിക പ്രകൃതിയെക്കുറിച്ചും പറയുന്നു. ഭഗവാൻ പറയുന്നു, ഊർധ്വമൂലമത ശാഖം അശ്വത്ഥം, വേരുകൾ മുകളിലേക്ക് ശാഖകൾ താഴേക്കുമായിട്ടുള്ള അശ്വത്ഥം. ഇത് പ്രതിബിംബമാണ്. ശരിയായ വൃക്ഷത്തിൻ്റെ, അതായത് ആധ്യാത്മിക പ്രകൃതിയുടെ തലതിരിഞ്ഞ രൂപമാണ്. ഇവിടെ ഒരു പ്രത്യേകത കൂടെയുണ്ട്. ഭഗവാൻ അശ്വത്ഥത്തെയാണ് വൃക്ഷമായിട്ടെടുത്തിരിക്കുന്നത്. BG 10.26 ഭഗവാൻ പറയുന്നു, അശ്വത്ഥം സർവവൃക്ഷാണാം, വൃക്ഷങ്ങളിൽ ഞാൻ അശ്വത്ഥമാണ്. ഭഗവാൻ പറയുന്നു, ക്ഷയമില്ലാത്ത ഈ വൃക്ഷത്തെക്കുറിച്ച് അറിയണം. വേദങ്ങൾ ഇലകളായിട്ടുള്ള ഈ വൃക്ഷത്തെ അറിയുന്നവനാണ് വേദജ്ഞൻ. ഒരു വാചകത്തിൽ പറഞ്ഞാൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ അറിയണം. വേദപഠനങ്ങളുടെ ഉദ്ദേശം അതാണ്. വേദേഷു സർവം അഹമേവ വേദ്യം. കൃഷ്ണാവബോധത്തിൽ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട് മാത്രം ഒരാൾക്ക് വേദജ്ഞനാകാം. ആധ്യാത്മിക പ്രകൃതിയുടെയും ഭൗതിക പ്രകൃതിയും ഭഗവാന്റെ തന്നെ ശക്തികളാണ്. ഒന്ന് നേരെയുള്ളത്, മറ്റേത് ഭൗതിക പ്രകൃതി തലതിരിഞ്ഞത്. ആധ്യാത്മിക പ്രകൃതിയിലുള്ളതെല്ലാം ഭൗതിക പ്രകൃതിയിലുമുണ്ട്. പക്ഷേ എല്ലാം തലതിരിഞ്ഞ രൂപത്തിൽ, അല്ലെങ്കിൽ തെറ്റായ രൂപത്തിലാണ് ഉള്ളത്. ഭഗവാനോട് അസൂയ തോന്നി അല്പമാത്രമായ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്ത ജീവാത്മാവ് എത്തിപ്പെട്ടിരിക്കുന്നത് ഈ തലതിരിഞ്ഞ ലോകത്താണ്. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ കടിപ്പെട്ട് താൻ ആരാണെന്നും തൻ്റെ ധർമ്മം എന്താണെന്നും മറന്നുപോയ ജീവാത്മാവിന് താൻ എത്തിപ്പെട്ടിരിക്കുന്നത് ഈ തലതിരിഞ്ഞ ലോകത്തിലാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതുമില്ല. വേദങ്ങളിൽ പറയുന്ന ഫലോദിഷ്ട കർമ്മങ്ങളിൽ കുടുങ്ങി ഇന്ദ്രിയാസ്വാദനത്തിലുള്ള ആസക്തിയോടെ തങ്ങളുടെ കർമ്മങ്ങളുടെ ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവാത്മാവ് ഈ വൃക്ഷത്തിൻ്റെ ഒരു ശാഖയിൽ നിന്നും മറ്റൊരു ശാഖയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ പ്രതിഫലനം ക്ഷണികവും അതിൻ്റെ ഉറവിടം ശാശ്വതവുമാണെന്ന് ഭഗവാൻ പറയുന്നു. ഇനി നമുക്ക് ഈ വൃക്ഷത്തിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഭഗവാൻ എന്താണ് പറയുന്നത്? യഥാർത്ഥ വൃക്ഷത്തിൻ്റെ ഈ ഭൗതിക പ്രതിബിംബത്തെ മുറിച്ചു മാറ്റണം. ഭഗവാൻ പറയുന്നു, ഈ വൃക്ഷത്തിൻ്റെ യഥാർത്ഥ രൂപം ഈ ലോകത്തിൽ കാണാൻ കഴിയുന്നതല്ല. ആരംഭമോ അവസാനമോ അടിസ്ഥാനമോ കണ്ടെത്താൻ കഴിയാത്ത ഉറച്ചുയർന്ന ഈ വൃക്ഷത്തിനെ മുറിച്ചു മാറ്റാൻ വേണ്ടത് ദൃഢനിശ്ചയമാണ്. ശ്രീല പ്രഭുപാദ് എപ്പോഴും പറയുന്ന പോലെ, വിത്ത് ഫുൾ ഫെയ്ത്ത് ആൻഡ് ഡിറ്റർമിനേഷൻ.
നമ്മൾ ഓരോ കാര്യവും ചെയ്യേണ്ടത് അങ്ങനെയാണെന്നാണ് ശില പ്രഭുപാദ് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ദൃഢനിശ്ചയത്തോടെ അത് ചെയ്യണം. പിന്നെ മുറിക്കാനുള്ള ആയുധമോ അതെന്താണ്? വിരക്തി അല്ലെങ്കിൽ വൈരാഗ്യം. വിരക്തി കൊണ്ട് ഈ വൃക്ഷം ഛേദിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? സ്മരണാതീത കാലം മുതലെയുള്ള എല്ലാറ്റിൻ്റെയും ഉറവിടമായ ആ പദം പോകാൻ കഴിയും. ആ പദം പോകി സ്വയം സമർപ്പിക്കാൻ കഴിയും. ആ വൃക്ഷം ഛേദിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഭഗവാന് സ്വയം സമർപ്പിക്കാൻ കഴിയൂ. ഈശ്വര പരമാകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം. അത് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അഥവാ അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ വൃക്ഷം ഛേദിക്കാനും കഴിയുകയുള്ളൂ. ഇനി എങ്ങനെയാണ് സ്വയം സമർപ്പിക്കുക എന്ന് ഭഗവാൻ പറയുന്നു. സ്വയം സമർപ്പിക്കുന്നതിന് ഇപ്പോൾ നമ്മിലുള്ള കുറേ കാര്യങ്ങൾ ഒഴിവാക്കണം. എന്തൊക്കെയാണ് അതെന്ന് നോക്കാം. മിഥ്യാഭിമാനം, അതായത് ഫാൾസ് ഈഗോ, മായാമോഹം, ഞാൻ ഈ ശരീരമാണ് എന്ന ബോധം, ദുസംസർഗം, ഇതൊക്കെ ഒഴിവാക്കി ഭൗതിക തൃഷ്ണയിൽപ്പെടാതെ സുഖദുഃഖങ്ങളാകുന്ന ദ്വന്ദ്ങ്ങളിൽ നിന്നും മോചിതരായി സനാതന തത്വത്തെ അറിഞ്ഞ് എല്ലാറ്റിനും കാരണം ഭഗവാനാണെന്ന് അറിയുന്നവർ മാത്രമേ അറിയുന്നവർക്ക് മാത്രമേ സ്വയം സമർപ്പിക്കാൻ കഴിയൂ. എല്ലാത്തിൻ്റെയും കാരണം ഭഗവാനാണെന്ന് അറിയുന്നു. അപ്പോൾ ഭഗവാൻ പറയുന്നിട്ടുണ്ട് ഭഗവത്ഗീത 10.8 അഹം സർവസ്വപ്രഭവോ മത്ത സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേമാം ഉദാഭാവ സമന്വിത. എല്ലാറ്റിനും കാരണഭൂതനാണ് ഞാനെന്നറിഞ്ഞുകൊണ്ട് സ്വയം സമർപ്പിക്കാൻ കഴിയുന്നവർക്ക് എൻ്റെ ധാമത്തിലെത്താൻ കഴിയും എന്ന് ഭഗവാൻ പറയുന്നു. ഇനി ഭഗവാൻ തൻ്റെ ധാമത്തിനെ കുറിച്ച് പറയുന്നു. ഭഗവാന്റെ സാമ്രാജ്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ സൂര്യചന്ദ്രന്മാരോ അഗ്നിയോ വെളിച്ചം വീശുന്നില്ല. അങ്ങനെയുള്ള എൻ്റെ ധാമത്തിൽ എൻ്റെ പരമമായ ആവാസസ്ഥാനത്ത് ഗ്രഹങ്ങൾ സ്വയം പ്രകാശിക്കുന്നു. അപ്പോൾ അവിടെ സൂര്യചന്ദ്രന്മാരുടെയോ അഗ്നിയുടെയോ ഒന്നും ആവശ്യമില്ല. പ്രപഞ്ചത്തിൽ സൂര്യന് മാത്രമേ സ്വയം പ്രകാശശക്തിയുള്ളൂ. പക്ഷേ ഭഗവാന്റെ ധാമത്തിൽ പരമമായ ആസ്ഥാനത്ത് അവിടെ എല്ലാ ഗ്രഹങ്ങൾക്കും സ്വയം പ്രകാശശക്തിയുണ്ട്. അവിടെ എത്തിച്ചേർന്നാൽ പിന്നീട് ഒരിക്കലും ഈ ഭൗതിക ലോകത്തേക്ക് തിരിച്ചു വരേണ്ടതായി വരില്ല. ഭഗവത്ഗീത 4.9 ഭഗവാൻ ഇത് പറയുന്നുണ്ട്. ജന്മകർമ്മചമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ തെക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോ അർജുന. അല്ലയോ അർജുന, എൻ്റെ ജനനത്തിൻ്റെയും പ്രവൃത്തികളുടെയും അതീന്ദ്രിയ സ്വഭാവം ഗ്രഹിച്ചവർ മരണശേഷം വീണ്ടും ഭൗതിക ലോകത്തിൽ പിറക്കുന്നില്ല. അവർ ശാശ്വതമായ എൻ്റെ ലോകത്തിലെത്തുന്നു. ഭഗവാന്റെ ഈ ലോകത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ ഭഗവാൻ തൻ്റെ തടസ്ഥ ശക്തികളായ ജീവാത്മാക്കളെ കുറിച്ച് പറയുന്നു. ബദ്ധരായ എല്ലാ ജീവാത്മാക്കളും എൻ്റെ ശാശ്വതമായ അംശങ്ങളാണ്, സനാതനമാണ്. മമൈവാംശോ ജീവലോകെ ജീവബോധ സനാതന. ഭഗവാന്റെ ശാശ്വത അംശങ്ങളായ ജീവാത്മാവിന് ഭഗവാന്റെ എല്ലാ ഗുണങ്ങളുമുണ്ട്. പക്ഷേ ഒരു തീപ്പൊരിക്ക് തീയുടെ കൂടെ നിൽക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ചൂടും വെളിച്ചവും ഉള്ളൂ, അല്ലേ? തീയിൽ നിന്നും വേർപെട്ട് കഴിഞ്ഞാൽ അത് വെറും ചാമ്പൽ മാത്രമാണ്. നമ്മൾ ഈ ശരീരമാണെന്നാണ് തീയിൽ നിന്നും വേർപെട്ട് കഴിഞ്ഞാൽ അത് വെറും ചാമ്പൽ മാത്രമാണ്. അപ്പോൾ ഭഗവാനോട് അസൂയ തോന്നി തനിക്ക് ലഭിച്ചിരിക്കുന്ന അല്പമായ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്ത ജീവാത്മാവ് ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ കടിപ്പെട്ട് മനസ്സുൾപ്പെടെയുള്ള 6 ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ച് കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെടാൻ തുടങ്ങി. ജീവേരേ സ്വരൂപഹോ കൃഷ്ണരേ നിത്യദാസ. തങ്ങൾ ഭഗവാന്റെ നിത്യദാസന്മാരാണ്, ഭഗവത് സേവനമാണ് തൻ്റെ ധർമ്മം എന്ന് മറന്ന ജീവാത്മാവ് ഇന്ദ്രിയങ്ങളുടെ ദാസനായി മാറി. അങ്ങനെ വന്നപ്പോൾ ബദ്ധനായ ജീവാത്മാവ് ജനന മരണങ്ങളുടെ ആവർത്തന ചക്രത്തിൽപ്പെട്ട് 84 ലക്ഷം വരുന്ന വിവിധ ശരീരങ്ങളായി ചുറ്റിത്തിരിയാൻ തുടങ്ങി. കാറ്റ്
ഗന്ധത്തെ വഹിച്ചുകൊണ്ടു പോകുന്നത് പോലെ ജീവൻ തൻ്റെ മരണസമയത്തെ ചിന്തകൾക്കനുസരിച്ച് ഓരോരോ ശരീരം കൈക്കൊള്ളുകയും ഉപേക്ഷിക്കുകയും വീണ്ടും കൈക്കൊള്ളുകയും വീണ്ടും ഉപേക്ഷിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഭഗവത്ഗീത 8.6 ഭഗവാൻ പറയുന്നു, യം യം വാ വിസ്മരൻ ഭാവം ത്യജത്യന്തേ കളേവരം തം തമേവ ഇതി കൗന്ദേയ സദാ തദ്ഭാവ ഭാവിതഃ. എന്തിനെക്കുറിച്ചാണോ മരണവേളയിൽ ഒരാൾ സ്മരിക്കുന്നത്, ഹേ കുന്തിപുത്ര, അയാൾ തീർച്ചയായും അതിനെ പ്രാപിക്കും. ഒരാളുടെ മരണസമയത്ത് അയാളുടെ അവബോധം ഭഗവാനിലായിരിക്കണം. എങ്കിൽ മാത്രമേ ഭഗവത് ലോകം പ്രാപിക്കാൻ കഴിയൂ. 8.5 ഭഗവാൻ അത് പറയുന്നുണ്ട്. അന്ധകാലച മാമേവം സ്മരൻ മുക്ത്വാ കളേവരം യ പ്രയാതിത മദ്ഭാവം യാതി നാസ്തത്യ സംശയ. മരണസമയത്ത് എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് ശരീരം ത്യജിക്കുന്നവൻ എൻ്റെ ഭാവത്തെ ഉടൻ തന്നെ പ്രാപിക്കുമെന്നതിന് സംശയമില്ല. ഭരത മഹാരാജാവിൻ്റെ കഥയൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ജനന മരണങ്ങളുടെ ചക്രത്തിൽ ചുറ്റിത്തിരിയുന്ന ജീവാത്മാവ് തൻ്റെ ആഗ്രഹങ്ങളെയും ജീവിത സങ്കല്പങ്ങളെയും വഹിച്ചുകൊണ്ട് ഒരു സ്ഥൂല ശരീരം വിട്ട് മറ്റൊരു സ്ഥൂല ശരീരം കൈക്കൊള്ളുകയും പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് വീണ്ടും ഇന്ദ്രിയാസ്വാദനം നടത്തുകയും ചെയ്ത് വീണ്ടും കഷ്ടതയിൽപ്പെടുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പിന്നെ നമുക്ക് ഇന്നത്തെ ശ്ലോകത്തിലേക്ക് വരാം. ഇന്നത്തെ ശ്ലോകത്തിൽ ഉത്ക്രാമന്തം സ്ഥിതം വാപി പുഞ്ചാനാം വാ ഗുണാന്വിതം വിമൂഢം നാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷഃ. ജീവാത്മാവ് എങ്ങനെ ഈ ശരീരം വിട്ടു പോകുന്നുവെന്നോ ഗുണങ്ങളുടെ ആകർഷണത്തിൽ വഴിപ്പെട്ട് ഏത് തരം ശരീരത്തെയാണ് സ്വീകരിച്ച് അനുഭവിക്കുന്നതെന്നോ മൂഢന്മാർക്കറിയാൻ വയ്യ. ജ്ഞാനത്തിൻ്റെ അകക്കണ്ണു തെളിഞ്ഞവർക്ക് ഇതെല്ലാം പ്രത്യക്ഷമാകുന്നു. പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കുന്നു, അല്ലെ, അകക്കണ്ണ് തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം, അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അന്നൊന്നും അത് മനസ്സിലായിട്ടില്ല. ഇപ്പം നമുക്ക് മനസ്സിലാവുന്നു അത് അങ്ങനെ ആണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജ്ഞാനചക്ഷുഷഃ, ഇതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കെന്ന് പാർപ്പട്ടിൽ ശ്രീലപ്രഭുപാദ് പറയുന്നു. ജ്ഞാനചക്ഷുഷ എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ അകക്കണ്ണ് തെളിഞ്ഞവർ. ജ്ഞാനചക്ഷു എന്ന് പറയുമ്പോൾ ഭൗതികമായ ജ്ഞാനത്തിനപ്പുറമുള്ള യാഥാർത്ഥ്യം കാണാൻ കഴിയുന്ന കണ്ണ്. ഗുരു ആരതിയിൽ നമ്മൾ പാടാറുണ്ട്, ചക്ഷുദാൻ ദിലോ ജയ് ജന്മേ ജന്മേ പ്രഭുസേ. ഗുരു ഭഗവാന്റെ പ്രതിനിധിയാണ്. അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഭഗവാന് മാത്രമേ ഈ ജ്ഞാനചക്ഷു നൽകാൻ കഴിയൂ. അവരിൽ നിന്ന് മാത്രമേ നമുക്കിത് ലഭിക്കുകയുള്ളൂ. ഭഗവാനിൽ നിന്ന് ലഭിക്കാൻ മാത്രമുള്ള ക്വാളിഫിക്കേഷനോ പ്യൂരിറ്റിയോ ഒന്നും നമുക്കില്ല. അപ്പോൾ ഭഗവാന്റെ പരിശുദ്ധ ഭക്തൻ്റെ ഗുരുവിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമേ നമുക്കത് പ്രാപ്തമാകുകയുള്ളൂ. അതുകൊണ്ടാണ് ഗുരുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഗുരുവിൻ്റെ കാരുണ്യത്താൽ ജ്ഞാനത്തിൻ്റെ അകക്കണ്ണ് തുറക്കുമ്പോൾ മാത്രമേ ഞാൻ ഈ ശരീരമല്ല, ആത്മാവാണെന്നും ഭഗവാന്റെ അംശമാണെന്നും ശാശ്വതമാണെന്നും ആത്മാവിന് നാശമില്ലെന്നും ഭൗതിക പ്രകൃതിയുടെ സത്വ രജോ തമോ ഗുണങ്ങൾക്ക് അടിപ്പെട്ട് ഓരോരോ ശരീരങ്ങളിലായി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും മനസ്സിലാവുകയുള്ളൂ. ഭഗവത്ഗീത 2.17 ഭഗവാൻ പറയുന്നു, അവിനാശിതു തദ്വിദ്ധി ഏന സർവമിദം തദം വിനാശമവ്യസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി. ശരീരത്തിലെങ്ങും വ്യാപിച്ചിരിക്കുന്ന ആ സത്തയ്ക്ക് നാശമില്ലെന്ന് നീ അറിയുക. ആ അനശ്വരനായ ആത്മാവിനെ നശിപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല. വീണ്ടും ഭഗവാൻ 18 പറയുന്നു, അന്തവന്ത ഇമേ ദേഹം നിത്യസ്യോക്ത ശരീരിണ അനാശിനോ അപ്രമേയസ്യ തസ്മാദുദ്യോസ്വ ഭാരത. ഈ ഭൗതിക ദേഹത്തിനെ നാശമുള്ളൂ, അതിൽ വാഴുന്ന ജീവാത്മാവ് ശാശ്വതനാണ്, അപരിമേയനും നാശമില്ലാത്തവനുമാണ്. അതുകൊണ്ട് അർജുന, നീ യുദ്ധം ചെയ്യുക. അപ്പോൾ ഓരോ ജീവന്റെയും യഥാർത്ഥ സ്വരൂപം ഭഗവാന്റെ നിത്യദാസന്മാരെന്നതാണ്. ചൈതന്യ മഹാപ്രഭു പറയുന്നത് പോലെ, ജീവേരെ സ്വരൂപഹോ നിത്യേരെ കൃഷ്ണദാസ. ഭഗവത്ഗീതയും മറ്റ് ശാസ്ത്രങ്ങളും പഠിച്ച പരമ്പരയിൽ വന്ന ഒരു ഗുരുവിൽ നിന്ന് മാത്രമേ, ബോണഫൈഡ് സ്പിരിച്വൽ മാസ്റ്റർ, അദ്ദേഹത്തിൽ നിന്ന് മാത്രമേ ഈ ജ്ഞാനം പ്രാപ്തമാവുകയുള്ളൂ. ചില പ്രഭുപാദർ പറയുന്നു, ഈ ജ്ഞാനം ലഭിക്കാത്ത മൂഢന്മാർക്ക് ഇതൊന്നും മനസ്സിലാവുകയില്ല. ഇത് മനസ്സിലാക്കാത്തവരെല്ലാം മൂഢന്മാരാണെന്നാണ് പ്രഭുപാദ് പറയുന്നത്. അവർക്കിതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്തത്
അവർ ശരീരബോധത്തിലാണ് എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ ഈ ശരീരമാണെന്നാണ് അവർ ധരിച്ചു വച്ചിരിക്കുന്നത്. ജീവൻ നഷ്ടപ്പെടുമ്പോൾ ശരീരം മാത്രമാണ് നശിക്കുന്നത്, ആത്മാവ് നശിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം അവർ അറിയുന്നില്ല. ആത്മാവാണ് ശരീരം വിട്ടു പോകുന്നതെന്നോ ആത്മാവ് എവിടെ പോകുന്നുവെന്നോ ആത്മാവ് എന്താണോ ഒന്നും അവർക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ യാഥാർത്ഥ്യം എന്താണ്? ആരും മരിക്കുന്നില്ല. ആത്മാവ് അഥവാ ജീവൻ ഒരു ശരീരം വിട്ട് മറ്റൊന്നിലേക്ക് പോകുന്നു, അഥവാ കർമ്മത്തിനനുസരിച്ച് മറ്റൊന്ന് സ്വീകരിക്കുന്നു. അല്ലേ? ഭഗവത്ഗീത 20 ഭഗവാൻ 2.20 ഭഗവാൻ പറയുന്നു, വാസാംസി ജീർണാനി യഥാവിഹായ തവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണ നന്യാനി സംയാതി നവാനി ദേഹി. പഴയ ഉടുപ്പുകൾ മാറ്റി പുതിയവ എടുത്തണിയുന്നത് പോലെ ജീർണിച്ച് ഉപയോഗിക്കാൻ കൊള്ളാത്തതായ ഭൗതിക ശരീരങ്ങൾ ഉപേക്ഷിച്ച് ദേഹി പുതുദേഹങ്ങൾ സ്വീകരിക്കുന്നു. BG 19 ഭഗവാൻ പറയുന്നത്, ഏനം വേത്തി ഹന്താരം യശ്ചൈനം മന്യദേഹദം ഉഭൗതൗ സവിജാനീതോ ന്യായം ഹന്തിന ഹന്യതേ. ജീവാത്മാവ് കൊല്ലപ്പെട്ടുവെന്നോ ആരെങ്കിലുമൊക്കെ കൊല്ലുന്നുവെന്നോ കരുതുന്നവർ ജ്ഞാനിയല്ല. അപ്പോൾ ജ്ഞാനി ആരാണെന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. അതായത് ജീവാത്മാവ് ശാശ്വതമാണ്, അതിന് നാശമില്ല, അത് അത് നഷ്ടപ്പെടുന്നില്ല, നാശമില്ലാത്ത, അതിനെ ആർക്കും കൊല്ലാനോ അങ്ങനെ കഴിയില്ല എന്ന് കരുതുന്നവരാണ് ജ്ഞാനിയെന്ന് ഭഗവാൻ തന്നെ പറയുന്നു. അപ്പോൾ ഈ ഒരു ആധ്യാത്മിക ഗുരുവിൻ്റെ കീഴിൽ ശിക്ഷണം നേടിയ ജ്ഞാനിയായ വ്യക്തിക്ക് മാത്രമേ ബദ്ധനായ ജീവാത്മാവ് ഭൗതിക ശരീരത്തിൽ ക്ലേശിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം ബോധ്യപ്പെടും. അല്ലാത്തവരോ തങ്ങൾ ഈ ശരീരമാണെന്നുള്ള ധാരണയിൽ ശരീരത്തിൻ്റെ അഥവാ ഇന്ദ്രിയങ്ങളുടെ ആസ്വാദനത്തിൽ ഏർപ്പെട്ട് കൂടുതൽ കൂടുതൽ ബദ്ധരായി കൂടുതൽ കൂടുതൽ കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രഭുപാദ് പറയുന്നു, കൃഷ്ണാവബോധത്തിൻ്റെ വളരെ ചെറിയ പരിശീലനത്തിലൂടെ തന്നെ നമുക്ക് നാം ശരീരമല്ല ആത്മാവാണെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ വലിയ വലിയ പണ്ഡിതന്മാർ എന്ന് അവകാശപ്പെടുന്നവർക്ക് പോലും കൃഷ്ണാവബോധത്തിൻ്റെ ഈ ബാലപാഠൻ പോലും അറിയാൻ കഴിയില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അറിവ് പരമ്പരയിലൂടെ വരുന്ന ഒരു ഗുരുവിന് മാത്രം നൽകാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ചില പ്രഭുപാദർ നൽകുന്ന പ്രത്യേക സന്ദേശം, കൃഷ്ണാവബോധത്തിൽ ഉയർന്ന പരിശീലനം ലഭിച്ചവർ സാമാന്യ ജനങ്ങൾക്ക് ഈ അറിവ് പകർന്നു കൊടുക്കാനുള്ള ശ്രമം നടത്തണം. കൃഷ്ണാവബോധത്തിൽ പരിശീലനം സിദ്ധിച്ചവർ ജീവാത്മാവിൻ്റെ ജീവിതം വളരെ വളരെ വിഷമം പിടിച്ചതാണ് എന്നറിയുന്നു. അങ്ങനെയുള്ള ഭക്തൻ പരദുഃഖ ദുഃഖി, മറ്റൊരാളുടെ ബുദ്ധിമുട്ട് അയാൾക്ക് താങ്ങാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ഈ അതീന്ദ്രിയ ജ്ഞാനം എങ്ങനെയെങ്കിലും പകർന്നു കൊടുത്ത് അവരുടെ ദുഃഖത്തിന് ശാശ്വത പരിഹാരം കാണാൻ ശ്രമിക്കണം. ഇതാണ് പ്രഭുപാദർ നമുക്ക് നൽകുന്ന സന്ദേശം. ഇനി അങ്ങനെ ശ്രമിച്ച ഒരു മാതാജിയുടെ കഥയല്ല, ഒരു നടന്ന സംഭവം ഗുരു മഹാരാജിൻ്റെ ഒരു ലെക്ചറിൽ നിന്ന് എടുത്തതാണ് ഞാനിവിടെ പറയാമെന്ന് വെച്ചാൽ. ന്യൂ ഓർലിയൻസിൻ്റെ എയർപോർട്ടിൽ പുസ്തക വിതരണം നടത്തിയിരുന്ന ഒരു മാതാജി, അന്നത്തെ ദിവസം ആ മാതാജിക്ക് അത്ര നല്ല ദിവസമായിരുന്നില്ല. കാരണം കുറേ സമയമായിട്ടും ഒരു പുസ്തകം പോലും മാതാജിയുടെ കയ്യിൽ നിന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ആ മാതാജി അപ്പോൾ വളരെ സങ്കടത്തോടു കൂടി ഭഗവാനോട് പ്രാർത്ഥിച്ചു, കൃഷ്ണ, ആരെങ്കിലും ഒരാളെ എൻ്റെ അടുത്തേക്ക് അയച്ചാൽ ഒരു ബുക്കെങ്കിലും എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞേനെ. അപ്പോഴേക്കും അടുത്ത ഫ്ലൈറ്റ് വന്നു. ആളുകൾ കൂട്ടത്തോടെ പുറത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരുന്നു. ആ യാത്രക്കാരുടെ കൂട്ടത്തിൽ ഒരാളുടെ അടുത്ത് മാതാജി ഭഗവത്ഗീതയും കൊണ്ട് ചെന്നു അദ്ദേഹത്തെ പിടിച്ചു നിർത്തി. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനായിരുന്നു. ഉടനെ ആ മനുഷ്യൻ പറഞ്ഞു, വേണ്ട, എന്നോടൊന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട ദിവസമാണ്. അപ്പോൾ ആ മാതാജി ഉടനെ പറഞ്ഞു, സാർ, ഇതുപോലെ മോശമായ ദിവസമായിട്ടുള്ളവരെ സഹായിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ ഉള്ളത്. അങ്ങനെയുള്ളവരെ സഹായിക്കാൻ വേണ്ടിയുള്ളവരാണ് ഞങ്ങൾ. അതുകൊണ്ട് അങ്ങ് ദയവായി അങ്ങയുടെ ഇന്നത്തെ ദിവസം ഇത്ര മോശമാകാൻ കാരണം എന്താണെന്ന് എന്നോട് പറയും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ്. ഞാൻ സ്കൂളിൽ പോയത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ്, ഞാൻ പഠിച്ചത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ്, ഞാൻ ജോലി ചെയ്തത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ്, ഞാൻ വിവാഹം കഴിച്ചത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ്. അങ്ങനെ
ജീവിതത്തിലെ മുഴുവൻ ലക്ഷ്യവും എൻ്റെ അമ്മയായിരുന്നു. അങ്ങനെ അദ്ദേഹം ഫുള്ളി മദർ കോൺഷ്യസ് ആയിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ അല്പസമയം മുമ്പ് എനിക്ക് വിവരം കിട്ടി, എൻ്റെ ആ അമ്മ മരിച്ചുപോയി. ഇനിയിപ്പോൾ എൻ്റെ ജീവിതത്തിന് എന്ത് ലക്ഷ്യമാണുള്ളത്? ഞാൻ ഇനി എന്തിനു വേണ്ടി ജീവിക്കണം? എൻ്റെ ജീവിതത്തിന് ഇനി ഒരു ലക്ഷ്യവുമില്ല. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുസ്തകം വിതരണം ചെയ്യുന്ന മാതാജി പറഞ്ഞു, സാർ, ഞങ്ങളുടെ കയ്യിൽ ഈ ഭഗവത്ഗീതയുണ്ട്. ഇതിൽ പറയുന്നു, ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തര പ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതി. ശരീരസ്ഥനായ ആത്മാവ് ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കും പിന്നെ വാർദ്ധക്യത്തിലേക്കും കടക്കുന്നത് പോലെ മരണശേഷം മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. സമചിത്തനായ ഒരാൾക്ക് ആ പരിണാമത്തെപ്പറ്റി സംഭ്രമം ഉണ്ടാകില്ല. ഇവിടെ സമചിത്തനായ ഒരാൾക്ക് എന്നുള്ളത് നമ്മൾ പ്രത്യേകം അടിവരയിട്ട് പറയുന്നത്. ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ല, ശരീരത്തിന് മാത്രമേ നാശമുള്ളൂ. അതുകൊണ്ട് താങ്കളുടെ അമ്മ ഇപ്പോഴും ജീവിക്കുന്നു. അവരുടെ ശരീരം മാത്രമാണ് ഇല്ലാതെയായത്. അവർ ഇപ്പോഴും എവിടെയോ ജീവിച്ചിരിക്കുന്നു. താങ്കളുടെ അമ്മ എന്ന് പറഞ്ഞാൽ ശരീരമല്ല, അവരുടെ ആത്മാവാണ്. അത് എവിടെയോ ഉണ്ട്, അതിന് മരണമില്ല, നിങ്ങൾക്കതിനെ കാണാൻ കഴിയുന്നില്ല എന്ന് മാത്രം. ഭഗവത്ഗീതയിൽ ഇതിനെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും പറയുന്നുണ്ട്. ഇത് വായിച്ചാൽ അങ്ങേക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ ലളിതമായ വിശദീകരണങ്ങളിലൂടെ അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു ആ മാതാജി. അപ്പോൾ അദ്ദേഹം സമാധാന ചിത്തനായി നല്ലൊരു ഡൊണേഷനും കൊടുത്ത് ഭഗവത്ഗീത വാങ്ങി. ഇനി ഇത് ആത്മാവിനെക്കുറിച്ച് അറിയാത്ത, മനസ്സിലാക്കാത്ത ഒരാളുടെ കാര്യം. ഇനി കാര്യങ്ങൾ മനസ്സിലാക്കി സമചിത്തതയോടെ ഒരാൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നോട് നമുക്ക് നോക്കാം. ഒരു ദിവസം മായാപൂരിൽ ഒരു ബംഗാളി മാതാജി എത്തി. അവരൊരു ഡിവോട്ടി ആയിരുന്നു. അവിടെയുള്ള ഭക്തന്മാർക്ക് അറിയാമായിരുന്നു അവരുടെ മകൻ തടാകത്തിൽ നീന്താൻ പോയപ്പോൾ അതിൽ വെള്ളത്തിൽ മുങ്ങി മരിച്ചുപോയി എന്ന്. ഭക്തന്മാർ പറയുന്നു, സാധാരണഗതിയിൽ ബംഗാളിലെ അമ്മമാർ ദുഃഖം നിയന്ത്രിക്കാൻ കഴിയാത്ത വളരെ മൃദുല ഹൃദയരാണ്. അവർ വല്ലാതെ അലമുറയിട്ട് കരയുകയും അവരുടെ അങ്ങനെ ദുഃഖം വളരെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ളവരാണ്. പക്ഷേ ഈ അമ്മ തൻ്റെ ബാക്കിയുള്ള കുട്ടികളോടും ബന്ധുക്കളോടുമൊപ്പം അവിടെ എത്തിയ ഇവർ പതിവിന് വിപരീതമായി വളരെ ശാന്തയായിട്ട് കാണപ്പെട്ടു. അവരെ കണ്ട ഭക്തന്മാർക്ക് തന്നെ സംശയമായി, ഇനിയിപ്പോൾ ഇവരുടെ അവൻ മരിച്ചിട്ടില്ലേ, അതോ വെള്ളത്തിൽ വീണതേ ഉള്ളോ എന്നൊക്കെ. അപ്പോൾ അവർ ആ അമ്മയുടെ അടുത്ത് ചെന്ന് സംശയം നിവർത്തി വരുത്താൻ തീരുമാനിച്ചവരെ അവരുടെ അടുത്തെത്തി ചോദിച്ചു, നിങ്ങളുടെ മകന് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? അപ്പോൾ അമ്മ പറഞ്ഞു, എൻ്റെ മകൻ അവൻ്റെ ദേഹം വിട്ടുപോയി. അമ്മ പറഞ്ഞത് അങ്ങനെയാണ്, അവൻ മരിച്ചുപോയി എന്നല്ല, എൻ്റെ മകൻ അവൻ്റെ ദേഹം വിട്ടുപോയി. ഭക്തന്മാർ വീണ്ടും ചോദിച്ചു, എന്നിട്ടും നിങ്ങൾ എങ്ങനെയാണ് കരഞ്ഞു ബഹളം വയ്ക്കാതെ ഇങ്ങനെ ശാന്തയായി സമചിത്തതയോടെ ഇരിക്കുന്നത്? അപ്പോൾ മാതാജി പറഞ്ഞു, കരഞ്ഞതുകൊണ്ട് ഒരു കാര്യവുമില്ലല്ലോ. ഭഗവാൻ ആരെങ്കിലുമൊക്കെ നമ്മുടെ മക്കളായി തരുന്നു, ആരെങ്കിലുമൊക്കെ തിരിച്ചെടുത്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അതിൽ കരഞ്ഞിട്ടും ദുഃഖിച്ചിട്ടും കാര്യമില്ല. ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് അവൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ടാണ്. ഞങ്ങൾ ഭഗവാനോട് അവൻ്റെ നന്മയ്ക്കായി പ്രാർത്ഥിച്ചു, പൂജകൾ ചെയ്തു. മായാപൂര് ഗംഗാ നദിയാണുള്ളത്. അവിടെ മരണ അനന്തര ക്രിയകൾ ചെയ്യുന്നതിനുള്ള എല്ലാ സൗകര്യമുണ്ട്, നമുക്കതവിടെ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് അമ്മ വീണ്ടും പറഞ്ഞു, അതുകൊണ്ട് അവൻ്റെ ആത്മാവ് കൂടുതൽ നല്ല ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരും. അവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു, എവിടെയെന്ന് ഞങ്ങൾക്കറിയില്ല. അവനെ ഓർത്ത് ദുഃഖിക്കേണ്ട ഒരു കാര്യവുമില്ല. ഭക്തന്മാർ ശരിക്കും അത്ഭുതപ്പെട്ടു, അവർ ഷോക്ക്ഡായി. ഏതാനും ദിവസം മുമ്പ് മകൻ നഷ്ടപ്പെട്ടു പോയ ഒരു അമ്മ, അവർ എത്രയോ വലിയ ഒരു തത്വചിന്തകയായിരിക്കുന്നു. സ്വന്തം വികാരങ്ങളെ മറികടന്ന് വിവേകത്തോടെ എത്ര വലിയ തത്വചിന്തയാണ് ആ അമ്മ മനസ്സിലാക്കിയതും പറയുന്നതും. അവർ പറഞ്ഞത് ശ്രദ്ധിക്കും. ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ മകൻ ദേഹം വിട്ടുപോയി. അതാണ് കൃഷ്ണാവബോധം. കൃഷ്ണാവബോധം പരിശീലിക്കുന്നവർക്ക്, അത് മനസ്സിലാക്കിയുള്ളവർക്ക്, ഞാൻ ഈ ശരീരമല്ല, ആത്മാവ് ശരീരം വിട്ടു പോവുകയാണ് ചെയ്യുന്നത്, ആത്മാവിന് മരണമില്ല. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ വളരെ സമചിത്തതയോടെ അവൾക്ക് കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയും. ഹരേ കൃഷ്ണ.
നല്ല ആളുകൾക്ക് മോശമായ കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാക്കാത്തതുകൊണ്ട് അവർ ഭയപ്പെടുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഭഗവത്ഗീതയിലൂടെ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും അപകടങ്ങളെയും തരണം ചെയ്യാനും ഈശ്വരാബോധത്തിൽ സുസ്ഥിരമായി നിലകൊള്ളാനും അവരെ സഹായിക്കാനും നമുക്ക് കഴിയും. ഇനി ഭഗവത്ഗീതയിലെ ഈ 15-ാം അധ്യായം വളരെ ശക്തമായ ഒരു അധ്യായമാണ്. ഇതിലെ ഓരോ ശ്ലോകവും ഭഗവാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അതീന്ദ്രിയ ശക്തി നിറഞ്ഞതാണ്. ഹിസ് ഹോളിനസ് ദേവദാസ സ്വാമി മഹാരാജ് 2001 ഒക്ടോബർ 18 നടത്തിയ ഒരു പ്രഭാഷണത്തിൽ ഈ 15-ാം അധ്യായത്തിൻ്റെ ഒരു ഗ്ലോറിഫിക്കേഷൻ പറയുന്നുണ്ട്. അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ മഹാദേവൻ ദേവി പാർവതിയോട് പറഞ്ഞു, ഭഗവത്ഗീതയിലെ ഏറ്റവും ശക്തമായ അധ്യായമാണ് ഈ 15-ാം അധ്യായം. ഈ അധ്യായം മാത്രം പഠിച്ചാൽ പോലും ഒരാൾ മുക്തിക്ക് അർഹനാകും. അപ്പോൾ പാർവതി ദേവി ശിവഭഗവാനോട് ചോദിച്ചു, ഈ 15-ാം അധ്യായത്തിൻ്റെ മഹത്വം പറഞ്ഞു തരാമോ? അങ്ങേക്കിതറിയാമോ? അങ്ങനെ മഹാദേവൻ ദേവി പാർവതിയോട് 15-ാം അധ്യായത്തിൻ്റെ മഹത്വം പറയാൻ തുടങ്ങി. മഹാദേവൻ പറഞ്ഞു, ഒരിക്കൽ നൃസിംഹൻ എന്നൊരു മഹാരാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം താൻ ചക്രവർത്തിയായുള്ള സാമ്രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി രാജസൂയം എന്ന ദിഗ്വിജയം നടത്താനുള്ള ശ്രമത്തിലായിരുന്നു. അക്കാലത്ത് ഭാരതത്തിൽ പലപ്പോഴും ലോകത്തിൻ്റെ മുഴുവൻ ചുമതലയുള്ള സാമ്രാജ്യങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഈ സാമ്രാജ്യങ്ങൾ ഉണ്ടാകുമ്പോൾ രാജ്യം മുഴുവൻ സമാധാനമുണ്ടാവുകയും മറ്റു രാജ്യങ്ങൾ തമ്മിലുള്ള അന്തരം കുറയുകയും ചെയ്തിരുന്നു. മനുഷ്യർക്ക് ആത്മീയമായും ഭൗതികമായും പുരോഗമിക്കുവാനും ഇത് ഏറെ സഹായകരമായിരുന്നു. ഗുരുമഹാരാജ് പറയുന്നു, പാസ്പോർട്ടൊന്നും കൂടാതെ എവിടെയും പോകാൻ കഴിയുന്ന ഒരു ഏക ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു ഏക ലോകം എന്നാണ് ഗുരുമഹാരാജ് പറഞ്ഞത്. അപ്പോൾ ഈ നൃസിംഹ രാജാവിന് ഒരു സൈന്യാധിപനുണ്ടായിരുന്നു, ഒരു ജനറൽ. യുദ്ധങ്ങളിലെല്ലാം വിജയിക്കാൻ അയാൾ രാജാവിനെ വളരെയധികം സഹായിച്ചു. അങ്ങനെ ലോകം മുഴുവൻ കീഴടക്കി തൻ്റെ സാമ്രാജ്യം സ്ഥാപിച്ച് നൃസിംഹ മഹാരാജാവ് സമാധാനം സൃഷ്ടിച്ചു. ഈ സൈന്യാധിപനാകട്ടെ വളരെ നല്ല രീതിയിൽ യുദ്ധം ചെയ്ത് സാമ്രാജ്യം സ്ഥാപിക്കാൻ രാജാവിനെ സഹായിച്ചു. അങ്ങനെ സഹായിച്ചതുകൊണ്ട് മഹാരാജാവ് സൈന്യാധിപന് ചെറിയൊരു രാജ്യം, ഒരു നല്ല കൊട്ടാരം, അനവധി സൗകര്യങ്ങൾ, പാരിതോഷികങ്ങളൊക്കെ പ്രതിഫലമായിട്ട് നൽകി. എന്നാൽ ഈ സൈന്യാധിപൻ സന്തോഷവാനായില്ല. അയാൾ വിചാരിച്ചു, ഞാനാണ് ഈ യുദ്ധങ്ങളെല്ലാം യുദ്ധം ചെയ്ത് വിജയിച്ചത്. അപ്പോൾ ഞാനാണ് ഈ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തി ആകേണ്ടത്. അങ്ങനെ ചിന്തിച്ച് ചക്രവർത്തിയെ വധിച്ച് സാമ്രാജ്യം പിടിച്ചെടുക്കാനുള്ള ഒരു അട്ടിമറി ഗൂഢാലോചനയുള്ള ശ്രമം അയാൾ ആരംഭിച്ചു. എന്നാൽ സൈന്യാധിപനോ അയാൾക്കൊരു സാമ്രാജ്യം നിയന്ത്രിക്കാനുള്ള കർമ്മമോ ബുദ്ധിയോ ഒന്നും അയാൾക്കുണ്ടായിരുന്നില്ല. അയാളൊരു നല്ല സൈന്യാധിപൻ മാത്രമായിരുന്നു. അതിനുള്ള കഴിവേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും അട്ടിമറി ഗൂഢാലോചന നടപ്പാക്കുന്നതിൻ്റെ തൊട്ട് തലേന്ന് സൈന്യാധിപൻ കോളറ ബാധിച്ചു മരിച്ചു. സ്വാഭാവികമായും യമദൂതന്മാർ അദ്ദേഹത്തെ യമരാജൻ്റെ അടുത്തെത്തിച്ചു. യമരാജൻ പറഞ്ഞു, നീ ഒരു 1-ാം നമ്പർ വിഡ്ഢിയാണ്. നീ നിങ്ങളുടെ ചക്രവർത്തിയെ കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നു. ഒരു ചക്രവർത്തിയാകാനുള്ള ഒരു നല്ല കർമ്മവും നീ ചെയ്തിട്ടില്ല. അതുമാത്രമല്ല, നീ നന്ദി കെട്ടവനാണ്. രാജാവ് നിനക്ക് അനേകം പാരിതോഷികങ്ങൾ നൽകി. പക്ഷേ നീ അതിലൊന്നും തൃപ്തനാകാതെ ഏറ്റവും വലിയവനാകാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് ഞാൻ നിന്നെ ഏറ്റവും വലിയവനാകാൻ അനുവദിക്കുന്നു. നിനക്ക് ലോകത്തിലെ ഏറ്റവും വലിയ കുതിരയാകാം. യമരാജൻ പറഞ്ഞു, ഇവനൊരു സൂപ്പർ കുതിരയായി ജനിക്കട്ടെ, ഒരു ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ചാമ്പ്യൻ കുതിര. അങ്ങനെ ആ സൈന്യാധിപൻ ഒരു വലിയ നല്ല ഭയങ്കര ഒരു കുതിരയായിട്ട് ജനിച്ചു. ആ സമയം അതുവഴി യാത്ര ചെയ്തു വന്ന ഒരു വ്യാപാരി കുതിരയെ കണ്ട് ആകൃഷ്ടനായി. അയാൾ വിചാരിച്ചു, ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും നല്ല കുതിരയാണിത്. ഈ കുതിരയെ ഉപയോഗിച്ച് ഞാൻ ധാരാളം ധനം സമ്പാദിക്കും. ലോകത്തിലെ ഏറ്റവും മികച്ച കുതിര ആയതുകൊണ്ട് ഇതിനെ ചക്രവർത്തിയുടെ അടുത്ത് മാത്രമേ കൊണ്ടുപോവുകയുള്ളൂ. അങ്ങനെ അദ്ദേഹം 2 ലക്ഷം രൂപ നൽകി കുതിരയെ വാങ്ങി. വളരെ കഷ്ടപ്പെട്ട് കഠിന പ്രയത്നം ചെയ്ത് അതിനെ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അദ്ദേഹം അതിനെ രാജാവിൻ്റെ ദർബാറിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. എങ്കിലല്ലേ ചക്രവർത്തിയെ നേരിട്ട് കാണിക്കാൻ പറ്റൂ.
അപ്പോൾ കൊട്ടാരം കാവൽക്കാർ അവനെ അതിനനുവദിച്ചില്ല. അവരവനെ തടഞ്ഞു. അവർ ചോദിച്ചു, ഇതെന്താ ഒരു കുതിരയെ രാജ്യസഭയിലേക്ക് കൊണ്ടുപോകാൻ നിനക്കെന്താ ഭ്രാന്താണോ? അയാൾ പറഞ്ഞു, ഇത് ലോകത്തിലെ ഏറ്റവും മികച്ച കുതിരയാണ്, ചക്രവർത്തി ഇതിനെ കാണണം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കമായി. അവിടെ വലിയ ബഹളമായി. ശബ്ദം കേട്ട് ചക്രവർത്തി കാര്യം അന്വേഷിച്ചു. അപ്പോൾ കൊട്ടാരം കാവൽക്കാർ പറഞ്ഞു, ഇങ്ങനെ ഒരാൾ ലോകത്തിലെ ഏറ്റവും മികച്ച കുതിരയുമായി വന്നിട്ടുണ്ട്. അപ്പോൾ ചക്രവർത്തി പറഞ്ഞു, ശരി, കൊട്ടാരം മൃഗവൈദ്യനെയും കുതിര വിദഗ്ധരെയും വിളിപ്പിച്ച് ആ കുതിരയെ പരിശോധിപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ആ കുതിരയെ പരിശോധിച്ച് പറഞ്ഞു, ഇത് വളരെ മികച്ച കുതിരയാണ് എന്ന് അവർ ധരിപ്പിച്ചു. ഞങ്ങൾ ഇതുവരെ ഇതുപോലെ ഒരു മികച്ച കുതിരയെ ഞങ്ങൾ കണ്ടിട്ടേയില്ല. അപ്പോൾ രാജാവിന് കുതിരയെ കാണാൻ ആഗ്രഹം തോന്നി. അദ്ദേഹം വന്ന് കുതിരയെ കണ്ടു. അദ്ദേഹത്തിന് വളരെ മതിപ്പ് തോന്നി. വ്യാപാരിയോട് ചോദിച്ചു, നിനക്ക് എത്ര പണം വേണം? അപ്പോൾ അയാൾ പറഞ്ഞു, തിരുമനസ്സേ, ഞാൻ ലാഭമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. വളരെ പ്രയാസപ്പെട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. ഇതിനെ കിട്ടിയതും എനിക്ക് വളരെ പ്രയാസപ്പെട്ടാണ്. അപ്പോൾ ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഇവിടം വരെ ഇതിനെ കൊണ്ടുവന്നതുകൊണ്ട് ഒരു 4 ദശലക്ഷം ചിലവിൽ ഞാനിതിനെ അങ്ങേക്ക് തരാം. അപ്പോൾ ചക്രവർത്തി അദ്ദേഹം പറഞ്ഞ പണം നൽകി കുതിരയെ വാങ്ങി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി, കുതിരയെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം എന്ന് തോന്നി. ഉടനെ അദ്ദേഹം കുതിരയുമായി രാജകുമാരന്മാരും സൈന്യാധിപനും മന്ത്രിമാരും മറ്റു പ്രമുഖരുമൊക്കെയായി നായാട്ടിനിറങ്ങി. അപ്പോൾ കാട്ടിൽ അവർ നായാട്ടിനിറങ്ങിയപ്പോൾ ഒരു മാനിനെ കണ്ട് അതിൻ്റെ പുറകെ പോയി. അപ്പോൾ ഈ ലോകോത്തരമായ കുതിരകൾക്കുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് മറ്റാരെയും തന്നോടൊപ്പം തുടരാൻ അനുവദിക്കില്ല. അങ്ങനെ കുതിരയുമായി മാനിനെ പിന്തുടർന്ന് ചക്രവർത്തി ബഹുദൂരം മുന്നിലേക്ക് പോയി. ബാക്കിയുള്ളവരെല്ലാം പുറകിലായി. ഇവർ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. ഇത്ര ദൂരം യാത്ര ചെയ്ത് വിശപ്പും ദാഹവും കൊണ്ട് തളർന്ന് അങ്ങനെ നോക്കുമ്പോൾ ചക്രവർത്തി ഒരു വെള്ളച്ചാട്ടത്തിനരികിലായി ഒരു അരുവി കണ്ടു. അപ്പോൾ ചക്രവർത്തി അയച്ചു, തനിക്ക് കുറച്ച് വെള്ളം കുടിക്കാം, കുതിരയ്ക്കും ദാഹം തീർക്കാമെന്ന് വിചാരിച്ച് അദ്ദേഹം ആ അരുവിക്കരയിലേക്ക് എത്തി. അങ്ങനെ ചക്രവർത്തി വെള്ളം എടുക്കാനായി അരുവിയിലേക്ക് ഇറങ്ങാനിപ്പോൾ അവിടെ അരുവിക്കരയിൽ ഒരു താളിയോലയിൽ ഒരു സംസ്കൃത ശ്ലോകം എഴുതിയത് കിടക്കുന്നത് കണ്ടു. രാജാവ് വേഗം കുതിരയെ അടുത്തുള്ളൊരു മരച്ചുവട്ടിൽ കെട്ടിയിട്ടതിന് ശേഷം സംസ്കൃത ശ്ലോകം വായിക്കാൻ തുടങ്ങി. ഏത് ശ്ലോകമാണ് വായിച്ചതെന്ന് അറിയില്ല, ഒരു പക്ഷേ ഇതായിരിക്കാം എന്ന് ഗുരുമഹാരാജ് പറയുന്നു. ഗുരുമഹാരാജ് ഇതിലെഴുതിയ ഒരു ശ്ലോകം ഭഗവത്ഗീത 15.17 ആണ്. ഉത്തമ പുരുഷസ്തന്യ പരമാത്മത്യുദാഹൃത യലോകം ത്രയമാവിശ്യ വിവൃത്രവ്യയ ഈശ്വര. ഇവിടെ ഒരു കാര്യം പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, പ്രഭുപാദിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള നമ്മുടെ ഗുരുക്കന്മാർ ഭഗവാന്റെ പരിശുദ്ധ ഭക്തന്മാരാണ്. അവർ ശാസ്ത്രചക്ഷുക്കളാണ്. ഏത് ശ്ലോകമാണ് എന്ന് വ്യക്തമായി പറയാത്തതുകൊണ്ട് അദ്ദേഹം ഇതായിരിക്കാം ഈ ശ്ലോകം എന്നാണ് ഗുരുമഹാരാജ് പറയുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധ ഭക്തന്മാരായിട്ടുള്ള പ്രഭുപാദിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള ഗുരുക്കന്മാരൊക്കെ സാധാരണ മനുഷ്യരല്ല. അവർ മുക്താത്മാക്കളാണ്. നമ്മളെ പോലെയുള്ള ബദ്ധാത്മാക്കളെ ഭഗവാന്റെ അടുത്തെത്തിക്കുക എന്ന ദൗത്യവുമായി ഭഗവാൻ തന്നെ എത്തിയിട്ടുള്ളവരാണ് അവർ. അവർക്ക് ഏത് ശ്ലോകമാണ് എന്ന് മനസ്സിൽ കാണാനുള്ള കഴിവും ശക്തിയും ഉണ്ട്. പക്ഷേ അവരതങ്ങനെ പറയുകയില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, അതായിരിക്കും എന്ന് ഗുരുമഹാരാജ് പറയുമ്പോൾ അത് തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്ന് എനിക്ക് തോന്നിയത്. ഇനി ആ ശ്ലോകം ചക്രവർത്തി വായിച്ച ഉടനെ കുതിര അവിടെ വീണ് ചത്തു. എന്നാൽ കുതിരയ്ക്കുള്ളിൽ നിന്നും സൈന്യാധിപൻ്റെ സൂക്ഷ്മരൂപം പുറത്തു വന്നു. വിഷ്ണുദൂതന്മാരെത്തി ആത്മീയ ലോകത്തിൽ നിന്ന് ആത്മീയ വിമാനത്തിൽ വന്നിറങ്ങി. ഒടുവിൽ സൈന്യാധിപൻ ആത്മീയ രൂപം പ്രാപിച്ച് ആത്മീയ വിമാനത്തിലിരുന്ന് ഭഗവത് ധാമത്തിലേക്ക് മടങ്ങി. അപ്പോൾ സൈന്യാധിപൻ പോകുന്നതിന് മുമ്പ് രാജാവ് ചോദിച്ചു, ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. രാജാവ് അങ്ങനെ ചോദിച്ചപ്പോൾ സൈന്യാധിപൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ വിമാനത്തിൽ കയറി യാത്രയായി. രാജാവ് അത്ഭുതചിത്തനായി. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ ശ്ലോകം എഴുതിയതും എടുത്തിട്ട് മഹാരാജാവ് ഇങ്ങനെ നടന്നു.
അങ്ങനെ നടന്ന് അദ്ദേഹം വെള്ളച്ചാട്ടത്തിന്റെ മുകളിലെത്തി. അവിടെ എത്തിയപ്പോൾ അദ്ദേഹം മഹർഷിമാർ താമസിക്കുന്ന ഒരു ആശ്രമത്തിലെത്തി. അദ്ദേഹം അവരോട് ചോദിച്ചു, എനിക്ക് ഈ വാക്യം എഴുതിയ താളിയോല കണ്ടെത്താൻ കഴിയും. ഈ വാക്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അവർ അത് വാങ്ങി നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഭഗവത്ഗീത 15-ാം അധ്യായത്തിലെ ശ്ലോകമാണ്. ഇന്നലെ പുലർച്ചെ അതിശക്തമായ കാറ്റിൽ ഈ താളിയോല പറന്നുപോയിരുന്നു. ഇത് കേട്ടപ്പോൾ രാജാവ് സംഭവിച്ച കാര്യങ്ങൾ അവരെ ധരിപ്പിച്ചു. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് സന്യാസി ശ്രേഷ്ഠന്മാർക്ക് മാനസിക ദർശനം ഉണ്ടായിരുന്നു. അവർ അദ്ദേഹത്തോട് പറഞ്ഞു, യഥാർത്ഥത്തിൽ ഇതാണ് സംഭവിച്ചത്. നിങ്ങളുടെ സൈന്യാധിപൻ നിങ്ങളെ കൊല്ലാൻ ആഗ്രഹിച്ചു. പക്ഷേ അവൻ്റെ കർമ്മഫലം കാരണം അവൻ ഒരു കുതിരയായി ജനിച്ചു. അയാൾ താൻ ഏറ്റവും നല്ല കുതിരയാണെന്നും എന്നാൽ ഞാൻ ഭഗവത്ഗീത 15-ാം അധ്യായം വായിച്ചതിനാൽ കുതിരയാകാനുള്ള മണ്ടനായി പോയി എന്നും വിലപിച്ചു. പക്ഷേ ഭഗവത്ഗീതയിലെ 15-ാം അധ്യായത്തിലെ ശ്ലോകം കേട്ടപ്പോൾ അദ്ദേഹത്തിന് മുക്തി ലഭിച്ചു. അങ്ങനെ അദ്ദേഹം ഭഗവത് ധാമത്തിലേക്ക് മടങ്ങിപ്പോയി. അപ്പോൾ ചക്രവർത്തി ചോദിച്ചു, എന്തുകൊണ്ടാണ് ഭഗവത് ധാമത്തിലേക്ക് എനിക്ക് മടങ്ങാൻ കഴിയാത്തത്? ഞാൻ ശ്ലോകം വായിച്ചതാണല്ലോ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മഹർഷിമാർ പറഞ്ഞു, അങ്ങ് ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധാപൂർവം വായിച്ചിരിക്കില്ല. അതിനെക്കുറിച്ച് ആഴത്തിൽ ധ്യാനിക്കണം. സൈന്യാധിപൻ അത് ശ്രദ്ധാപൂർവം ശ്രവിച്ചു, ധ്യാനിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഭഗവത് ധാമത്തിലേക്ക് മടങ്ങി പോകാൻ കഴിഞ്ഞു. നിങ്ങൾക്കതിന് കഴിഞ്ഞില്ല. അപ്പോൾ ചക്രവർത്തി ചോദിച്ചു, എങ്കിലെനിക്ക് മുഴുവൻ അധ്യായവും തരാമോ? അങ്ങനെ അദ്ദേഹം ഭഗവത്ഗീതയുടെ 15-ാം അധ്യായം അവരിൽ നിന്ന് വാങ്ങി നിരന്തരം വളരെ ശ്രദ്ധാപൂർവം വായിച്ച് ഒടുവിൽ ഭഗവത് ധാമം പോയി. അതുകൊണ്ട് ഭഗവത്ഗീതയുടെ ഈ 15-ാം അധ്യായം വളരെ സവിശേഷമാണ്. ഭഗവത്ഗീതയിലെ ഓരോ അധ്യായവും മുഴുവൻ ഭഗവത്ഗീത പോലെ തന്നെ ശക്തമാണ്. വിഡ്ഢികളായ സാമാന്യ ജനങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എങ്ങനെയാണ് ആത്മാവ് ഒരു ശരീരത്തിൽ നിന്നും മറ്റൊരു ശരീരത്തിലേക്ക് പോകുന്നതെന്നോ വീണ്ടും മനുഷ്യ ശരീരത്തിലേക്ക് വരുന്നതെന്നോ ഒന്നും തന്നെ അറിയില്ല. അതാണ് കാര്യം. ശ്രീ ചൈതന്യ മഹാപ്രഭു പറയുന്നു, സ്വർഗേ ഉഡായ കബേ നരകേ ഡൂബായ ജന്മ ജന്മദണ്ഡ്യ ജനേ രാജയേന നദീതേ ചുദായ. ചൈതന്യ ചരിതാമൃതം മധ്യലീല 20:118. ചിലപ്പോൾ നമ്മൾ ഉയർന്ന ഗ്രഹങ്ങളിലേക്ക് പോകും, ചിലപ്പോൾ നമ്മൾ താഴ്ന്ന ഗ്രഹങ്ങളിലേക്ക് പോകും, ചിലപ്പോൾ നമ്മൾ മലമൂത്ര വിസർജനത്തിലേക്ക് മുക്കി താഴ്ത്തുന്നത് പോലെയുള്ള ക്ലേശത്തിൽപ്പെടുത്തും. അതിനുശേഷം കുറച്ച് ശുദ്ധവായു ശ്വസിക്കാൻ അനുഭവിച്ചിട്ട് വീണ്ടും അതിൽ താഴ്ത്തുന്ന ദുരിതം. ഒരുപക്ഷെ ആരെങ്കിലും തൻ്റെ മുൻ ജീവിതത്തിൻ്റെ കാലത്ത് സന്തോഷവാനായിരുന്നിരിക്കാം. എന്നാൽ ഇപ്പോൾ ആരും തന്നെ സുരക്ഷിതരല്ല. വളരെ ശക്തരായ ആളുകൾ പോലും ഭയത്തോടെയാണ് ജീവിക്കുന്നത്. കാരണം ശക്തനായ വ്യക്തിയാണെങ്കിൽ കൂടി അതിനേക്കാൾ ശക്തരായ ശത്രുക്കളുടെ ഭീഷണിയിലാണ് ഓരോരുത്തരും ഉള്ളത്. അതുകൊണ്ട് ആർക്കും സുരക്ഷയില്ല. കൃഷ്ണാവബോധത്തിൽ ഇരിക്കുക എന്നതാണ് ഏറ്റവും നല്ല മാർഗം. അവർക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റും. ഒരു ആധ്യാത്മിക ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ തങ്ങൾ ആരാണെന്ന വ്യക്തമായ ധാരണയോടെ ഭഗവത്ഗീത, ഭാഗവതം പോലുള്ള ശാസ്ത്രങ്ങൾ അഭ്യസിക്കുമ്പോൾ ജ്ഞാന ചക്ഷുഷം നേടി കൃഷ്ണാവബോധം സാമാന്യ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരി ബോൾ. ശ്രീല പ്രഭുപാദ് കി ജയ്, ശ്രീല ഗുരുദേവ് കി ജയ്, അനന്തകോടി വൈഷ്ണവവൃന്ദ കി ജയ്. ഞാൻ ഇവിടെ നിർത്തുന്നു. എന്തെങ്കിലും തെറ്റോ അബദ്ധമോ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും തിരുത്തി തരിക, ക്ഷമിക്കുക. എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് സമ്പുഷ്ടമാക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം, എനിക്കറിയുന്നതാണെങ്കിൽ പറയാം. അല്ലെങ്കിൽ രാധാശക്തി മാതാജിയെ പോലെ രാജേശ്വരം പ്രഭുവിനെ പോലെയുള്ള ഭക്തന്മാരുണ്ട്, അവർ സംശയം നിവർത്തി തരും. ഹരേ കൃഷ്ണ ഹരി ബോൾ. ചോദിക്കാനുണ്ടോ? ഹരേ കൃഷ്ണ. നമുക്കിന്ന് 15-ാം അധ്യായത്തിലെ 10-ാം ശ്ലോകം വളരെ മനോഹരമായി നമുക്ക് വിശദമാക്കി തന്ന ഒരു പ്രിയ മാതാജിക്ക് വേണ്ടി ഒരു 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ,
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ.